നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫെബ്രുവരി 2026 ഒരു 50ഓളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. 25 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ നോക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കോഴിക്കോട് ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത ധനസഹായ പദ്ധതി. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത ധനസഹായ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രക്ഷാ കവചം പദ്ധതി. അടുത്ത നാലാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളൂ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന 1: 1931 ഫെബ്രുവരി 13 ന്യൂഡൽഹിയെ ഇന്ത്യയുടെ പുതിയ തലസ്ഥാനമായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമത്തെ പ്രസ്താവന: ഇന്ത്യയുടെ ആധുനിക തലസ്ഥാനമായി ന്യൂഡൽഹി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ 95-ാം വാർഷിക ദിനത്തിലാണ് സേവാതീർത്ത് ഉദ്ഘാടനം ചെയ്തത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: സേവാതീർത്ത് സമുച്ചയത്തിൽ അതിഥി ദേവോ ഭവ എന്നാണ് ദേവനാഗരിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കൂ. ഇതിൽ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതിഥി ദേവോ ഭവ എന്നല്ല, നാഗരിക് ദേവോ ഭവ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്, അല്ലേ? ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്തത്: കേരളത്തിൽ ഭൂമി സംബന്ധമായ രേഖകൾ സുരക്ഷിതമാക്കാൻ റവന്യൂ വകുപ്പ് പുറത്തിറക്കുന്ന ATM മാതൃകയിലുള്ള കാർഡ് ഏതാണ്? കേരളത്തിൽ ഭൂമി സംബന്ധമായ രേഖകൾ സുരക്ഷിതമാക്കാൻ റവന്യൂ വകുപ്പ് പുറത്തിറക്കുന്ന ATM മാതൃകയിലുള്ള കാർഡ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡിജിറ്റൽ റവന്യൂ കാർഡ്. അടുത്ത ചോദ്യം: ഇൻസ്റ്റഗ്രാമിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് ആരാണ്? ഇൻസ്റ്റഗ്രാമിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് ആരാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ സി ആണ്. നരേന്ദ്രമോദി. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന റവന്യൂ സർവേ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുൻ പാണ്ഡ്യനാണ്. രണ്ടാമത്തേത്: മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊരു വ്യക്തമായില്ലേ? ഇതിലിപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലേ? അതെ, അർജുന പാണ്ഡ്യനാണ് മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച കളക്ടറേറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം എന്നിവ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. SIR റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. പ്രവാസി വോട്ടർമാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാടാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. സ്റ്റേറ്റ്മെന്റ് 4 നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നതെന്നല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. അത് ശരിയാണല്ലേ. പ്രവാസി വോട്ടർമാർ ഏറ്റവും കുറവുള്ള ജില്ല അത് തിരുവനന്തപുരം ജില്ലയാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തേത്: കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാടാണ്. അതും ശരിയാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം 4ഉം ആണ് ശരി, അല്ലേ? 1ഉം 3ഉം 4ഉം ആണ് ശരി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് വേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്: കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമാണ് സവാരി. രണ്ടാമത്തത്: ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് ഇതിൻ്റെ ഗുഡ്വിൽ അംബാസഡർ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമാണ് സവാരി എന്നല്ല, കേരള സവാരി എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആണ് ഇതിൻ്റെ ഗുഡ്വിൽ അംബാസഡർ. അത് ശരിയാണ്. അപ്പോൾ 1 തെറ്റും 2 ശരിയുമാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? പ്രസ്താവന 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 9ാമത്തെ ചോദ്യം: കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ കാഴ്ച പരിമിതിയുള്ള ആദ്യ ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്? കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ കാഴ്ച പരിമിതിയുള്ള ആദ്യ ജഡ്ജിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. താന്യാനാഥൻ സി ആണ്. താന്യാനാഥൻ സി. അടുത്തത് 10ാമത്തെ ചോദ്യം: കുരങ്ങുകളുടെ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി.
കുരങ്ങുകളുടെ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഉത്തരം എല്ലാവർക്കും കിട്ടിയില്ലേ? ഉത്തരം ഞാൻ പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിഷൻ ബോണറ്റ് മക്കാക്ക്. അടുത്ത ചോദ്യം, യാത്രികർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. യാത്രികർക്കായിട്ട് ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി 9 തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡിട്ട ധനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലെ വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ ഏതാണ്? കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജീവനമാണ്. 14ാമത്തെ ചോദ്യം, രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി. രാത്രിയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിർഭയ നിശ പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആലിൻ ഷെറിൻ. എത്ര മാസമായിരുന്നു ആ കുഞ്ഞാവയ്ക്ക് പ്രായം ഉണ്ടായിരുന്നത്? 10 മാസമായിരുന്നു. അടുത്തത് 16ാമത്തെ ചോദ്യം, ശബരിമലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതി ഏതാണ്? ശബരിമലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിഷൻ ശബരിമല. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ സേഫ്റ്റി ചാമ്പ്യനായി 2026 നിയമിതനായ ഇന്ത്യൻ കായിക താരം. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ റോഡ് സേഫ്റ്റി ചാമ്പ്യനായി 2026 നിയമിതനായ ഇന്ത്യൻ കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ. 18ാമത്തെ ചോദ്യം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി ഗൂഗിൾ ആവിഷ്കരിച്ച പുതിയ അണ്ടർ സീ കേബിൾ ശൃംഖലയുടെ പേര്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി ഗൂഗിൾ ആവിഷ്കരിച്ച പുതിയ അണ്ടർ സീ കേബിൾ ശൃംഖലയുടെ എന്തായിരുന്നു? ഇന്ത്യ US ഗ്രിഡ് ആണോ? അമേരിക്ക ഇന്ത്യ കണക്റ്റ് ആണോ? ഡിജിറ്റൽ ഓഷ്യൻ കണക്റ്റ് ആണോ? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അമേരിക്ക ഇന്ത്യ കണക്റ്റ്. ഉത്തരം ഓപ്ഷൻ സി, അമേരിക്ക ഇന്ത്യ കണക്റ്റ്. 19ാമത്തെ ചോദ്യം, 2026 ഫെബ്രുവരിയിൽ ടെക്നോ പാർക്കിന്റെ CEO ആയി നിയമിതനായത് ആരാണ്? 2026 ഫെബ്രുവരിയിൽ ടെക്നോ പാർക്കിന്റെ CEO ആയിട്ട് നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സന്ദീപ് കുമാർ. 20ാമത്തെ ചോദ്യം നോക്കാം. 20, കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്കായി AI പരിശീലനം നൽകുന്നതിനായി കൈറ്റ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്കായിട്ട് AI പരിശീലനം നൽകുന്നതിനായി കൈറ്റ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർവം AI മയം. എന്താണ്? സർവം AI മയം. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ PSC പഠിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ചാനൽ ഇത്രയെങ്കിലും ആയത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 21ാമത്തെ ചോദ്യം, കേരള നവോത്ഥാന നായകൻ AK ഗോപാലൻ്റെ സ്മരണയ്ക്കായിട്ട് സ്മാരക മ്യൂസിയം ഒരുക്കുന്നത് എവിടെയാണ്? കേരള നവോത്ഥാന നായകൻ AK ഗോപാലൻ്റെ സ്മരണയ്ക്കായിട്ട് സ്മാരക മ്യൂസിയം ഒരുക്കുന്നത് എവിടെയാണ്? കണ്ണൂരിൽ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? കണ്ണൂരിൽ ഏതോ ഒരു സ്ഥലമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആ സ്ഥലം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പെരളശ്ശേരി, കണ്ണൂർ. എന്താണ്? പെരളശ്ശേരി, കണ്ണൂർ.
അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. കേരള സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പുതിയ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ്? കേരള സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പുതിയ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നമ്മുടെ കേരളം. എന്താണ്? നമ്മുടെ കേരളം. അടുത്തത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു ബേർഡ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ബേർഡ് അറ്റ്ലറ്റ്സ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. 2026 ഫെബ്രുവരിയിൽ നടന്ന 9ാമത് ഗോവ പക്ഷി ഉത്സവത്തിലാണ് ഗോവ തങ്ങളുടെ പക്ഷി അറ്റ്ലറ്റ്സ് പ്രകാശനം ചെയ്തത്. ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കേരളമാണ് ആദ്യമായിട്ട് തയ്യാറാക്കിയത്. രണ്ടാമത് തയ്യാറാക്കിയത് ഗോവയാണ്. അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 24ാമത്തെ ചോദ്യം. പ്രസവ അവധി മെറ്റേണിറ്റി ലീവ് ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് വിധിച്ച ഹൈക്കോടതി. പ്രസവ അവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരള ഹൈക്കോടതിയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാനായി കേരള ആരോഗ്യ വകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 104. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 25 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാം കേട്ടോ.